ഹലോ ഗൈസ്, അപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് ആൾക്കാരൊക്കെ പറഞ്ഞു എന്തായാലും മേക്കപ്പ് ചെയ്യാതെ ഒരുങ്ങാതൊക്കെ വന്ന് വീഡിയോ എടുക്കുന്നതൊക്കെ ചോദിച്ചു. സത്യം പറഞ്ഞാൽ എനിക്ക് മേക്കപ്പ് ചെയ്യാൻ അറിയത്തില്ല, സീരിയസ് ആയിട്ട് എനിക്ക് അറിയത്തില്ല. എല്ലാവരും ഞാൻ തള്ളുവാ, എന്തൊരു തള്ളാന്നൊക്കെ വിചാരിക്കുമായിരിക്കും. കാരണം ഈ 2020 മേക്കപ്പ് ചെയ്യാൻ അറിയാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടോ? എൻ്റെ അറിവിലില്ല, ഞാൻ ഒഴിച്ച്. എനിക്ക് സത്യമായിട്ട് മേക്കപ്പ് ചെയ്യാൻ അറിയത്തില്ല. ഞാനാണെങ്കിൽ ഇങ്ങനെ എന്താണ് ഫൗണ്ടേഷൻ, മോയ്സ്ചറൈസർ, ടോണർ ഇങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷേ ഇതൊന്നും ഉപയോഗിച്ചിട്ടേ ഇല്ല. ഞാൻ സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ടുണ്ട്, എൻ്റെ അനിയത്ത് വാങ്ങിച്ചു പിന്നെ സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ടുണ്ട്. അല്ലാതെ വേറെ സാധനം യൂസ് ചെയ്തില്ല. ലിപ്സ്റ്റിക്ക് പോലും ഞാൻ ഇടാറില്ല. ഞാൻ ടിൻ്റുള്ള ലിപ് ബാം ഇടാറുണ്ട്, അല്ലെങ്കിൽ ലിപ്സ്റ്റിക് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ഇനി എനിക്ക് യൂസ് ചെയ്ത് തുടങ്ങണം, വാങ്ങിച്ച് പരീക്ഷിച്ച് തുടങ്ങണം എന്നൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് ഒന്നിച്ച് പരീക്ഷിക്കാം എൻ്റെ ആദ്യത്തെ ഇത് കാൽവെപ്പൊക്കെ. അപ്പം ഞാൻ വെച്ച് ശരി നെല്ലറം പരാതി അതുകൊണ്ട് എനിക്ക് അറിയാവുന്ന രീതിയിൽ ഒന്ന് ഒരുങ്ങിയേക്കാമെന്ന് വിചാരിച്ചു. ഞാൻ കൈവച്ചാട്ടോ എഴുതുന്നത്, കാരണം എനിക്ക് അമ്മ പറഞ്ഞു തന്ന രീതിയിലാണ് ഇങ്ങനെ കൈവച്ച് എഴുതുന്നത്. പെൻസിൽ വെച്ച് ഞാൻ അങ്ങനെ എഴുതാറില്ല, കാരണം പൊഴിഞ്ഞു പോകുന്നുള്ള എനിക്ക് പൊഴിഞ്ഞു പോകാറുണ്ട് എഴുതുമ്പോൾ, അതുകൊണ്ട് ഞാൻ അത് വെച്ച് എഴുതാറില്ല. അപ്പം ഞാൻ പിരികം ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എഴുതാറുള്ളത് എൻ്റെ കണ്ണാണ്. നിങ്ങൾ ഈ കയ്യിൽ ഈക്കലോട്ട് ഷെയർ ചെയ്തിട്ട് എഴുതത്തോളം, അത് കുറച്ച് എഴുതാൻ മതി. പക്ഷേ എനിക്ക് നമ്മൾ ചെയ്തൊരു കാര്യം നമുക്ക് ചെയ്ത് ശീലം കഴിഞ്ഞാൽ നമ്മളത് പിന്നെ മാറ്റാൻ ഭയങ്കര പാടല്ലേ. അതുപോലെയാണ് എനിക്ക് ഈ കരി എഴുതുന്ന പരിപാടിയും കണ്ണെഴുതും ഇങ്ങനെ രണ്ടേലും ഇങ്ങനെ ഷെയർ ചെയ്യുന്ന പരിപാടി. ഞാൻ ഐലൈനർ എഴുതുന്നുണ്ട്. ഐലൈനർ എഴുതാൻ എനിക്ക് അറിയാതിരിപ്പൊന്നുമില്ല. ഐലൈനർ എഴുതും. മാലയൊക്കെ സ്വർണ്ണമൊക്കെ ഇട്ടേക്കത്തില്ലേ, അപ്പോൾ നമുക്കൊരു വെയിറ്റ് പോലെ തോന്നില്ല, അതുപോലൊരു വെയിറ്റാണ് ഇങ്ങനെ വീട്ടിൽ നിൽക്കുമ്പോൾ ഒരുങ്ങുമ്പോൾ. അപ്പോൾ ഞാൻ അങ്ങനെ ഒരുങ്ങാറില്ല. പിന്നെ ഇപ്പോൾ വീഡിയോ എടുക്കുമല്ലേ, വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് കുറച്ച് ചന്തമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരുങ്ങാമെന്ന് വിചാരിച്ചു. ഞാൻ കണ്ണെഴുതിയിട്ട് കാലങ്ങൾ കുറേ, അതുകൊണ്ട് ഞാൻ ഈ ക്യാമറ നോക്കി എഴുതി കഴിഞ്ഞാൽ എൻ്റെ കണ്ണ് കുത്തി പൊട്ടിക്കുമെന്നൊരു സംശയമുള്ളതുകൊണ്ട് ഞാനൊരു കണ്ണാടിയൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ആദ്യം നോക്കി എഴുതാമെന്ന് വിചാരിച്ചു. കാരണം ഞാൻ കോളേജിൽ പോകുന്ന സമയത്താണ് ഞാൻ ലാസ്റ്റായിട്ട് കണ്ണെഴുതിയത്. അത് ഞാൻ കണ്ണെഴുതിയില്ല, കാരണം എനിക്കങ്ങനെ വീട്ടിലിരിക്കുന്ന സമയത്ത് എനിക്ക് ഒരുങ്ങുന്നത് ഇഷ്ടമല്ല. എന്താണെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഈ മേക്കപ്പിൻ്റെ കൂട്ടത്തിൽ എനിക്ക് ആകെ കുറച്ചെങ്കിലും അറിയാവുന്നത്, ഇപ്പോൾ ഞാൻ എഴുതിയേക്കുന്നത് മെനയായിട്ടാണെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ ഇങ്ങനെയാണ് കോളേജിലൊക്കെ പോകുമ്പോൾ എഴുതാറുള്ളത്. ചിലപ്പോൾ ഞാൻ ഇങ്ങനെ ടോട്ടൽ എഴുതത്തില്ല, ഈ വാല് മാത്രം ഇട്ട് കൊടുത്തിട്ട് മൊത്തം കരി വെച്ച് ഫില്ല് ചെയ്ത് കൊടുക്കും, അങ്ങനെ ഞാൻ ചെയ്യാറുണ്ട്. അപ്പം ഇപ്പോൾ ഈ കറക്റ്റാണെന്ന് എനിക്കറിയത്തില്ല, എന്നാലും എങ്ങനെയാണ് ചെയ്യാറ്. വെട്ടത്തിൻ്റെ ചെറിയൊരു പ്രശ്നം ഉണ്ടോയെന്ന് എനിക്ക് ബാക്കിൽ നിന്ന് വെയിലടിക്കുന്നതുകൊണ്ട് തോന്നുന്നതാണോ അതോ ഒറിജിനൽ ശരിക്കും ഉണ്ടോ എന്ന് എനിക്ക് അറിയാൻ ഉണ്ടെങ്കിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്കണേ വെട്ടത്തിൻ്റെ. അപ്പം ഞാൻ ഈ സാധനം ഇപ്പോൾ ഇടുന്നത്, മുമ്പ് ഞാൻ ഈ ലിബാമ മുമ്പ് ഞാൻ ഇട്ടുകൊണ്ടിരുന്നതൊരു പിങ്ക് ഷെയ്ഡ് വരുന്ന ഒരു നല്ലൊരു പിങ്ക് ടിൻറ്റ് വരുന്ന ഒരു കളർ ചേഞ്ച്, നമ്മൾ ഇടുമ്പോൾ ഒന്നും അറിയത്തില്ല, ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ കളർ ചേഞ്ച് ആവുന്ന 20 രൂപയ്ക്ക് കിട്ടുന്നൊരു ലിബാം ഉണ്ടായിരുന്നു. അതായിരുന്നു ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പം എൻ്റെ കൂടെ പഠിച്ചൊരു കൊച്ചു പറഞ്ഞു, എടേ ഇതിട്ടാൽ ചുണ്ട് കറുത്ത് ഓടേന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ഞാൻ അതങ്ങ് നിർത്തി. അത് നിർത്തിയിട്ട് കുറേ കാലം നമ്മൾ ബീട്രൂട്ട് കൊണ്ട് കിടന്നു. അത് കഴിഞ്ഞപ്പോൾ ബീട്രൂട്ട് അങ്ങനെ ഞാൻ ഉപേക്ഷിച്ചു. കാരണം വെട്ടി കൂട്ടി അത് നല്ല ടിൻറ്റ് എടുക്കാൻ നല്ലതാണ്. ഞാൻ അതൊരു ചെയ്ത് കാണിക്കാം, അത് നല്ലതാണ്. പക്ഷെ നമുക്കത് ഭയങ്കര ടൈം എടുക്കും. എപ്പോഴും അങ്ങനെ ചെയ്തിരിക്കാൻ ഭയങ്കര മടിയായതുകൊണ്ട് ഞാൻ അതങ്ങ് നിർത്തി. അത് നിർത്തിയിട്ട് ഞാൻ ഈ ഇടയ്ക്കാണ് ഈ സാധനം വാങ്ങിച്ചത്. ഇതിന് കളറൊന്നുമില്ല, പക്ഷേ നമുക്ക് ഇട്ടിട്ടുണ്ടെന്ന് സമാധാനിക്കാൻ പറ്റും, അതുകൊണ്ട് ഞാൻ വാങ്ങിച്ച്. അങ്ങനെ ഞാൻ ലിപ് ബാം ഇട്ടിട്ടുണ്ട്. കാണാനൊന്നും പറ്റത്തില്ല, പക്ഷേ നല്ല സാറ്റിസ്ഫാക്ഷൻ അത് ഇട്ട് കഴിയുമ്പോൾ. അപ്പോൾ എനിക്ക് പൊട്ട് വെച്ചാലേ സമാധാനം കിടത്തുള്ളൂ. ഞാൻ പൊട്ട് വെക്കാം. പണ്ടൊക്കെ ഞാൻ കണ്ണി കാണാൻ പറ്റാത്ത പൊട്ടായിരുന്നു. അത് ഈ സാധനം വെച്ച് ഞാൻ ഒരു കുത്തും കൊമ്മയും പാമ്പും അട്ടയൊക്കെ വരയ്ക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് കോളേജിലൊക്കെ എത്തിയപ്പോൾ ഞാനാണെങ്കിൽ നമ്മുടെ കുഞ്ഞു പൊട്ട്, അതായത് എൻ്റെ ഈ മറകിൻ്റെ എത്രയുള്ള കുഞ്ഞു പൊട്ട്, ആ കുഞ്ഞു പൊട്ടായിരുന്നു ഒരു സമയം വരെ ഇടുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് ടീച്ചർ ചോദിച്ചു അതിലെന്താ പൊട്ടിടാത്തേന്ന് ചോദിച്ചു. അപ്പോഴത്തേക്ക് ഞാൻ ചേടാ എൻ്റെ പൊട്ട് കാണാനില്ലേ. അങ്ങനെ അതിന് ശേഷം ഞാൻ ഇത്രയും വലിയ മുതുക്ക് പൊട്ടാണ് തൊടുന്നത്. ഇതിലും കുറച്ചുകൂടെ ചെറുതായിരുന്നു തൊടുന്നത്. പിന്നെ ഇപ്പോൾ ഞാൻ കോളേജിലൊന്നും പോകാത്തതുകൊണ്ട് പൊട്ട് പോലും ഞാൻ വാങ്ങിച്ച് വെച്ചിട്ടില്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കണം. ഞാൻ പൊട്ടൊന്നും വാങ്ങിച്ച് വെച്ചിട്ടില്ല. പിന്നെ ഞാൻ പൗഡർ ഇടാറില്ല. എന്നാന്ന് ചോദിക്കില്ല, എനിക്ക് പൗഡർ ഇടുന്ന ഇഷ്ടമല്ല. ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അങ്ങ് തുടയ്ക്കാനുള്ള ഭയങ്കര ടെൻഡൻസി. ഞാൻ കുറച്ച് പൗഡർ ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ തുടയാം, പ്രത്യേകിച്ചൊന്നും ഇല്ലെങ്കിലും. അപ്പോൾ ഇത്രയാണ് ഞാൻ ഒരുങ്ങാറുള്ളത്. ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരുക്കം. അപ്പം ഇനി സമയമുണ്ടല്ലോ, ഇനി പിന്നെ വെയിൽ. അപ്പം ഇനി സമയമുണ്ടല്ലോ, അപ്പം നമുക്ക് ഇനിയും പഠിക്കാമല്ലോ. അപ്പോൾ എനിക്കിനി ഇങ്ങനെ നമ്മുടെ മേക്കപ്പിൻ്റെ ഓരോരോ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇപ്പോൾ എല്ലാവരും പറയുന്ന കണക്കുള്ള സംഭവങ്ങൾ, കുഞ്ഞു സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. നിനക്ക് ലിപ്സ്റ്റിക്ക് ഇതൊക്കെ വാങ്ങിച്ച് എനിക്ക് യൂസ് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഒന്നിച്ച് എൻ്റെ ഈ കടുന്നൂൽ എന്നൊക്കെ പറയുന്ന കണക്ക് ആദ്യമായിട്ടുള്ള പരീക്ഷണങ്ങളൊക്കെ നമുക്ക് ഒന്നിച്ച് ചെയ്യാം. അപ്പോൾ ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്ത് നോക്കാനോ എന്തെങ്കിലും പറയാനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാം. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ ബൈ.